സമയം 3 മണി കഴിഞ്ഞപ്പോൾ 5 മിനിറ്റ്. ക്ലബ് എഫ്എമ്മിന്റെ മിഡ് നൈറ്റ് ഹംഗാമയിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ബൈറ്റ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. 2 യുവാക്കളെ ദുരൂഹ സാഹചര്യത്തിൽ അവരുടെ കാക്കനാട് അപ്പാർട്ട്മെന്റിൽ നിന്നും കാണാതായി എന്ന വാർത്തയാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പവൻകുമാർ, മെൽവിൻ എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ. ഇരുവരും തൃശൂർ സ്വദേശികളാണ്. കേരളത്തിൽ പലയിടങ്ങളിലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പല മിസ്സിംഗ് കേസുകളുടെയും പിന്നിൽ ഒരു രക്തരക്ഷസാണ് എന്നാണ് കുറേ പേരുടെ വാദം. ഗൈസ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതിനൊക്കെ പിന്നിൽ ശരിക്കും രക്തരക്ഷസാണോ, അതോ ഈ പുകമറക്കു പിന്നിൽ മനുഷ്യക്കടത്തിന്റെ വൻ സംഗമോ? എടാ, നീ ഇത് കേട്ടോ? എടാ, ഇത് കേട്ടോന്ന്? കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും രാത്രി സമയങ്ങളിൽ ഒരു സ്ത്രീ രൂപം കാണുന്നതായി പലരും പറയുന്നു. പഴമക്കാരത് രക്തരക്ഷസിന്റെ തിരിച്ചു വരവാണെന്നാണ് അവരുടെ വാദം. ഇയാളെപ്പോലത്തെ 90s വാണങ്ങളെ ഇപ്പോഴും ഇവർ കേട്ടോണ്ടിരിക്കും. 90s വാണെന്നിന്റെ ഈ പൂക്കിമോട്ടൊരു പണി കൊടുക്കണമല്ലോ. ഞാനും നിന്നെ മാതിരിയൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ ഓരോരോ അനുഭവങ്ങൾ വരുമ്പോഴാണല്ലോ ഓരോന്നൊക്കെ പഠിക്കുന്നത്. എന്തനുഭവം പറയാവേ? എടാ, നീ പഴയ പ്രേതകഥകൾ കേട്ടിട്ടില്ലേ? നല്ല വെളുത്ത സാരി കൊടുത്ത് നല്ല പനകല പോലത്തെ മുടി സുന്ദരിയായ ഇവരെ കേട്ട് എന്തനുഭവം ഉണ്ടായി? പ്രേതമുണ്ടോ, അല്ലാതെ വെടിപ്പേര് പാറുന്നല്ല. എന്നിട്ട് ഇത് കേക്ക്, നല്ല പാല പൂത്ത സമയത്ത് ഇവരിങ്ങനെ നടന്നു വരുമുണ്ടല്ലോ. ബാക്കി പറ, ഞാനൊന്നും പറയാനില്ല. ഇയാൾ ചുമ്മാ മൂട് കളയാൻ വേണ്ടിട്ട്. ഇനി ഈ കഥ നിങ്ങൾ പൂർത്തീകരിക്കണം. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ കയറി നിങ്ങളുടെ ഉള്ളിലെ കഥാകൃത്തിനെ ഉണർത്തൂ. തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യവാനോ ഭാഗ്യവതിക്കോ ഒരു ക്യാഷ് പ്രൈസും ആ കഥയായിരിക്കും ഇതിന്റെ തുടർക്കഥ. നിങ്ങൾക്കൊരു റൈറ്റർ ആവാനായിട്ടുള്ള ഒരു ബെസ്റ്റ് ചാൻസ് ആണ് ഇത്. സോ വേഗം അയക്കോ.